Hi dear friends, welcome to Happy Life TV. പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, ആളുകൾ ഫേസ് ചെയ്യാൻ പേടിയാണ്, മടിയാണ്. ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത്, ജനങ്ങൾ ഉള്ളിടത്തേക്ക് പോകുമ്പോൾ, ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിൽ പോലും പലപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു എന്ന്. ഇതിനുള്ള പരിഹാരം എന്താണ്? പലപ്പോഴും പലരും ചോദിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ പ്രോഗ്രാം കാണുന്ന പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആദ്യമായി മനസ്സിലാക്കുക, മുമ്പെന്നോ സംഭവിച്ച ഏതോ ഒരു പരാജയം, ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടു പോയപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കളിയാക്കിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ, ആ പരാജയങ്ങൾ സംഭവിച്ച ആ ദിവസത്തെ ഇമോഷൻസ് ഇപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് സമാനമായ സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും അതും ഇതും ആ സിറ്റുവേഷനും ഈ സിറ്റുവേഷനും തമ്മിൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഫീലിംഗ് കടന്നു വരുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പണ്ട് ഇതേപോലെയുള്ള സിറ്റുവേഷനിൽ പേടിച്ച വ്യക്തിയാണെങ്കിൽ സമാനമായ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ പേടി വർത്തമാനകാലത്തിലേക്ക് കടന്നു വരുന്നു. ഇത് ഒഴിവാക്കി കളയുവാൻ വേണ്ടി ആധുനിക സൈക്കോളജിയിൽ 10, 20, 25 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായി ചെയ്യാവുന്ന തെറാപ്പികളുണ്ട്. ആ തെറാപ്പികളിലൂടെ ഇത് പൂർണ്ണമായും ഒഴിവാക്കി കളയാവുന്നതാണ്. ഇനി ജനറലായിട്ട് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. അതായത്, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് തെറ്റ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്ത് എന്നുള്ളത്. അക്രമവും കൊലപാതകവും അങ്ങനെയുള്ള തെറ്റുകളെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ വാക്കുകൾ അത് തെറ്റി പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പ്രവർത്തനങ്ങളിൽ തെറ്റ് വരുത്തുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നടത്തമാണെങ്കിലും എല്ലാ കാര്യങ്ങളും, വാഹനം ഓടിക്കുന്നതാണെങ്കിലും എല്ലാം ഒരുപാട് തെറ്റ് വരുത്തി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പഠിച്ചു വന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ വർത്തമാനങ്ങളിൽ ജനങ്ങളിപ്പോൾ എന്താ വിചാരിക്കുക, അയാളിപ്പോൾ എന്താ വിചാരിക്കുക, എന്തോ വിചാരിച്ചോട്ടെ, മാക്സിമം ഒരു തെറ്റ് നമുക്ക് സംഭവിക്കും, അയാൾ എന്ത് വിചാരിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, നമ്മൾ ചെയ്യുന്നത് റൈറ്റ് തിങ് ആണ്, യഥാർത്ഥ ശരിയായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, ആ നല്ല കാര്യമാണ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, തെറ്റുകൾ സംഭവിച്ചോട്ടെ, അതിൽ നിന്ന് അടുത്ത തവണത്തേക്ക് ഒരു പാഠമാണ് നമുക്ക് കിട്ടുക. ഒരിക്കലും വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ, തെറ്റിയതിൻ്റെ പേരിൽ പോലീസ് കേസൊന്നും എടുക്കുകയില്ല, അല്ലെങ്കിൽ അത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പലപ്പോഴും കേരളക്കാരായ നമ്മുടെ ഒരു പ്രശ്നം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് തന്നെ. നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണെങ്കിൽ ഡു ഇറ്റ്. മറ്റൊരാളെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഒരു തവണ ഞാൻ ഖത്തറിൽ പോയ സമയത്ത് അവിടെയുള്ള ഒരു മാനേജർ എൻ്റെ അടുത്ത് വളരെ സങ്കടത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരുപാട് വർഷമായി ഈ കമ്പനിയുടെ ഒരു പാർട്ട്ണർ എൻ്റെ ബ്രദർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പാർട്ട്ണറുണ്ട്, അദ്ദേഹമാണ് കമ്പനിയുടെ MD. MDയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത പേടിയാണ്. എൻ്റെ താഴെയുള്ള സ്റ്റാഫൊക്കെ MDയുടെ അടുത്ത് വളരെ കൂളായി ചെന്ന് അവിടെ കസേരയിലേക്ക് ഇരുന്ന് സംസാരിച്ച് തിരിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ട്. എനിക്കതിന് സാധിക്കുന്നില്ല. MDയുടെ റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വല്ലാത്ത ഹാർട്ട് ബീറ്റ് എല്ലാം വന്ന് അദ്ദേഹത്തിൻ്റെ ആ കോൺഷ്യസിനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ ഒഥോറിറ്റേറിയൻ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ പാരൻറ്റിങ് നടന്നതുകൊണ്ട് ചെറിയ പ്രായത്തിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പേടിയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. ആ പേടി എടുത്തു കളഞ്ഞപ്പോഴത്തേക്കും പേടിയുടെ നേരെ താഴെ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ധൈര്യമാണ്. ആ ധൈര്യം ഓപ്പണായിട്ട് വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ദാറ്റ് പ്രോബ്ലം വാസ് സോൾവ്ഡ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമുക്ക് കാര്യങ്ങൾ തെറ്റ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. കാരണം ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയാനുള്ള കാരണം, ആ ഒരു വിശ്വാസത്തിലേക്ക്, ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നില്ലെങ്കിൽ അത് പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഏതൊരു കാര്യവും പക്ക പെർഫെക്റ്റായിട്ട് ചെയ്യാൻ മാത്രം കാത്തിരിക്കുന്ന, ഒരു പക്ഷേ അതൊരു ഡിസോർഡറിലേക്ക്, OCD എന്നൊക്കെ പറയുന്ന, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളത് കൊണ്ടുപോകും. ഒരിക്കലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചെയ്യുന്ന കാര്യം നല്ലതാണ്, നന്മയാണ്, ശരിയാണ്, പോസിറ്റീവ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അത് ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ വന്നോട്ടെ, അത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് ഉൾക്കൊള്ളുക. അങ്ങനെയാണെങ്കിൽ ഘട്ടം ഘട്ടമായി ആ വിഷയത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്ത് വരാൻ സാധിക്കുന്നതാണ്.
കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us. ഹാപ്പി ലൈഫ് TV.